നമസ്കാരം. ജൂൺ 9 ഇന്നേ ദിവസം ചില അത്ഭുതകരമായ യോഗങ്ങൾ വന്ന് ഭവിച്ചിരിക്കുന്ന ദിവസമാകുന്നു. അതിനാൽ തന്നെ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ, ധനപരമായ ഉയർച്ച ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. ഭാഗ്യക്കുറിയാൽ ഇവർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ പോലും തേടിയെത്താം. ഇവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി കടന്ന് വരുന്നതാകുന്നു. ചന്ദ്രൻ മിഥുനത്തിന് ശേഷം കർക്കിടകത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. കൂടാതെ ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിലെ തൃതീയ തിഥി കൂടിയാണ് ഇന്ന്. അതിനാൽ തന്നെ വൃദ്ധിയോഗം, രവിപുഷ്യയോഗം, സർവാർത്ഥസിദ്ധി യോഗം, പുണർദം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനം നടന്നിരിക്കുന്നതായ സമയം തന്നെയാകുന്നു. അതിനാൽ 4 രാശിക്കാർക്ക് പ്രത്യേകിച്ചും അത്ഭുതകരമായ നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ കടന്ന് വന്നിരിക്കുന്നതായ ദിവസമാകുന്നു. ഇന്നു മുതൽ 7 ദിവസം ഇവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ നേട്ടങ്ങൾ കടന്നു വരും. ഈ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാർക്ക് ശുഭകരമായ ദിവസങ്ങളാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അത് നിങ്ങളുടെ പല മേഖലകളിലും, സമസ്ത മേഖലകളിലും അത് ഫലിക്കുവാൻ അല്ലെങ്കിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പണം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാനുള്ള അവസരങ്ങളുണ്ട് എന്ന കാര്യം ഓർക്കുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ധനം എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എങ്കിൽ ആ ധനം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. അതായത് കൈകളിലേക്ക് ധനം വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ പല സമയങ്ങളിലായി നിങ്ങൾ കാത്തിരുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കഠിനാധ്വാനം ചെയ്തതിൻ്റെ പൂർണ്ണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കൂടാതെ നിങ്ങളുടെ സ്ഥാനം കൂടുതൽ ശക്തമാകുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിലെ ഏതെങ്കിലും അംഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ അതുപോലും തരണം ചെയ്യുവാൻ അല്ലെങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയം. ഇന്നേ ദിവസം തീർച്ചയായും പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില ശുഭകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഭാഗ്യക്കുറി അല്ലെങ്കിൽ മറ്റു രീതികളിലൂടെയുള്ള ധനപരമായ നേട്ടങ്ങൾ, നറുക്കെടുപ്പിലൂടെ വിജയം തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്ന് വരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. തീർച്ചയായും ഈ സമയം നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയം. കൈവായ്പ പോലും തിരികെ ലഭിക്കാം. ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു പരിഹാരത്തെക്കുറിച്ച് കൂടി പരാമർശിക്കാം. ഈ കാര്യം കൂടി നിങ്ങൾ ചെയ്യുക. പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുവാനും കൈകളിലേക്ക് ധനം വന്നു ചേരുവാനും ശർക്കരയും നെയ്യും വെള്ളത്തിൽ കലക്കി സൂര്യനെ സമർപ്പിച്ച് സൂര്യചാലിസ പാരായണം ചെയ്യുക എന്ന കാര്യവും ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങളും കടബാധ്യതകൾ ഒഴിയുന്നതിനും സഹായകരമാണ് ഈ കാര്യം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാകുന്നു. കർക്കിടകം രാശിക്കാർക്ക് ജൂൺ 9 മുതൽ 7 ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ധനപരമായ നേട്ടങ്ങൾ, കൈകളിലേക്ക് ധനം വന്നു ചേരുക, ലോട്ടറി മൂലം കൈകളിലേക്ക് ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കഠിനാധ്വാനത്തിലൂടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ആധിപത്യം പുലർത്തുവാൻ സാധിക്കുന്നതായ സമയം. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. നിങ്ങൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് കഠിനാധ്വാനം ചെയ്യുന്നുവോ ആ മേഖലകളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ, മറ്റു ഉയർച്ചകൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം വിജയങ്ങൾ വർദ്ധിക്കും. സന്തോഷവും സംതൃപ്തിയും പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല തരത്തിലുള്ള വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഭാഗ്യം നിങ്ങളുടെ പക്ഷത്തായി തീരും. കൂടാതെ ഈ സമയം മാതാപിതാക്കളെ സേവിക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരും. ആരോഗ്യം മികച്ചതായി തീരും. കൂടാതെ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ, കൈവായ്പ തിരികെ ലഭിക്കുക, കൂടാതെ കടമായി പണം ലഭിക്കുക അഥവാ സഹായധനം ലഭിക്കുക, ലോൺ ചിട്ടി
തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം വന്നു ചേരുക, ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് ധനം വന്നു ചേരുക, കർമ്മമേഖല ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതായ സമയമാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ആരോഗ്യം ഏറ്റവും മികച്ചതായി തീരുവാൻ സാധ്യത അല്പം കൂടുതൽ കൂടിയാകുന്നു. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വളരെ അനുകൂലമായി വന്നു ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ ശത്രുക്കളുടെ തടസ്സങ്ങളും, അതായത് ശത്രുക്കൾ മൂലമുള്ള തടസ്സങ്ങളും മറ്റ് തടസ്സങ്ങളും അകന്നു പോകുവാൻ ആൽമരത്തിന് ചുവട്ടിൽ 4 മുഖമുള്ള വിളക്ക് തെളിയിക്കുന്നതും ശുഭകരമാണ്. ഈ കാര്യം കൂടി ചെയ്യുന്നതിലൂടെ ഇരട്ടിയായി തന്നെ ഫലം വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. 4 മുഖമുള്ള വിളക്ക് തെളിയിക്കുക പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാകുന്നു. തുലാം രാശിക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. കുടുംബത്തോടൊപ്പം ഈ സമയം ആഘോഷിക്കുവാൻ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. കൂടാതെ സൂര്യദേവന്റെ കടാക്ഷം കൂടി നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ബിസിനസ് പരമായ നേട്ടങ്ങൾ വന്നു ചേരും. പുതിയ ചില പങ്കാളികളെ ലഭിക്കുവാനുള്ള സാധ്യതകൾ, ധനപരമായ അല്ലെങ്കിൽ ബിസിനസ് പരമായ പങ്കാളികളെ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ തന്നെ ബിസിനസ് രംഗത്ത് ഉയരുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ സഹകരണം നിങ്ങളുടെ ഭാവിയിൽ പ്രതീക്ഷിക്കാവുന്നതായ സമയം കൂടിയാണ് ഇത്. അതായത് ഇത്തരം വ്യക്തികളുടെ സഹകരണം ഭാവിയിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ സമയം ധനപരമായ നേട്ടങ്ങൾ, ലോട്ടറി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പ്രതീക്ഷിക്കാം. കൈവായ്പ തിരികെ ലഭിക്കുക, കടം ലഭിക്കുക, അല്ലെങ്കിൽ ലോൺ ചെട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക. കൂടാതെ ഈ സമയം ബിസിനസ് പരമായും അതേപോലെ തന്നെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം കുടുംബത്തിൽ സന്തോഷം വളരെയധികം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങളുണ്ട്. കൂടാതെ ഈ സമയം അതിഥികൾ വീടുകളിലേക്ക് വരികയോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് പോവുകയോ ചെയ്യാവുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ സമയം നിങ്ങളുടെ ബന്ധങ്ങൾ ഊഷ്മളമാകുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായ സമയമാകുന്നു. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരും. പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ ഞാൻ ഈ പറയുന്ന ലളിതമായ പരിഹാരം ചെയ്യുക. ജോലിയിലും ബിസിനസ്സിലും പുരോഗതിക്കായി അരി, കുറച്ച് ചുവന്ന മുളക്, ചുവന്ന പൂക്കൾ എന്നിവ ഒരു ചെമ്പുപാത്രത്തിൽ വെള്ളത്തിൽ കലർത്തി സൂര്യദേവന് സമർപ്പിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. നാളെ മുതൽ ഈ കാര്യങ്ങൾ 7 ദിവസം അടുപ്പിച്ച് ചെയ്യുക. സർവ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും. മറ്റൊരു രാശി മീനം രാശിയാകുന്നു. മീനം രാശിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ ചില അത്ഭുതകരമായ കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ അഥവാ മീനം രാശിയിലുള്ള നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാം. പ്രത്യേകിച്ചും ഇവർക്ക് അനുകൂലമായ ദിവസങ്ങളാണ് 7 ദിവസങ്ങൾ. പ്രത്യേകിച്ചും മീനം രാശിക്കാർക്ക് ജോലികൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. കൂടാതെ പ്രശസ്തി എല്ലായിടത്തും വ്യാപിക്കുന്നതായ സമയമാണ്. കുടുംബാന്തരീക്ഷം കൂടുതൽ സുഖകരമായി തീരാം. കൂടാതെ പ്രവർത്തനങ്ങൾ, കുടുംബവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ജീവിത നിലവാരത്തിൽ അല്പം വർധനവ് പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ നിങ്ങൾക്ക് ആകർഷിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ശുഭവാർത്തകൾ തേടിയെത്താം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ ജോലി ലഭിക്കുക, ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതുമാണ്. ഈ സമയം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യമാകുന്നു. പലരും തെറ്റിദ്ധരിപ്പിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ സ്വയം ബോധ്യം വന്നതിന് ശേഷം ഏത് കാര്യവും ചെയ്യുക. കൂടാതെ ഈ സമയത്ത് ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്ന് വരുന്നതായ സമയമാണ്. പ്രത്യേകിച്ചും ലോട്ടറി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം ലഭിക്കാം. കൈവായ്പകൾ തിരികെ ലഭിക്കാം. കൂടാതെ കടം, ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ കർമ്മമേഖല, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ധനം ലഭിക്കാനുണ്ട് എങ്കിൽ ആ പണം ലഭിക്കാം. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടാം. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് കൈകളിലേക്ക് പണം വന്നു ചേരാം.
ഇത്തരത്തിൽ ധനപരമായ നേട്ടങ്ങളും വന്ന് ചേരുന്നതായ സമയമാകുന്നു. പൊതുവെ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാകുന്നു. തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ഞാൻ ഈ പരാമർശിക്കുന്നതായ ലളിതമായ പരിഹാരം നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. 2 ചെമ്പ് നാണയങ്ങൾ നിങ്ങൾ കയ്യിലെടുക്കുക. ഇതിലൊന്ന് നിങ്ങളുടെ കയ്യിൽ എടുത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹത്തോടെ ഒഴുകുന്ന ജലത്തിലേക്ക് എറിയുക. മറ്റൊന്ന് നിങ്ങളുടെ പോക്കറ്റിൽ സൂക്ഷിക്കുക. 7 ദിവസം പ്രത്യേകം സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത് നിറവേറുവാനും ഭാഗ്യം തുണയ്ക്കുവാനും സഹായകരമാകുന്നു.